ശ്രീമദ് ഭാഗവത പുരാണം തൃതീയ സ്കന്ധം 5-ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുര്യോധനനാൽ അപമാനിതനായി വിദുരർ എല്ലാം ഉപേക്ഷിച്ചിട്ട് തൻ്റെ തീർത്ഥയാത്ര ആരംഭിക്കുന്നു. വിദുരർ ചെയ്ത തീർത്ഥാടനത്തെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തുടങ്ങി. പല പുണ്യതീർത്ഥങ്ങളും സന്ദർശിച്ചിട്ട് അദ്ദേഹം പ്രഭാസ തീർത്ഥത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും യമുനാ നദീ തീരത്തിൽ വച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്ന ഉദ്ധവരെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അവരുടെ കൂടിക്കാഴ്ചയാണ് വിദുരോദ്ധവ സമാഗമം എന്ന തൃതീയ സ്കന്ധത്തിൽ വിവരിക്കുന്നത്. 19 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. 20 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. വന്ദന ശ്ലോകം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യത്തെ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേഃ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. ശുകരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ഇരുപതാമത്തെ ശ്ലോകം. ശ്രീശുക ഉവാച ഇത്തം വ്രജൻ ഭാരതമേവ വർഷം കാലേന യാവദ് ഗതവാൻ പ്രഭാസം താവച്ഛശാസ ക്ഷിതിമേകചക്രാം ഏകാതപത്രാമജിതേന പാർത്ഥഃ. ശ്ലോകത്തിൽ പദങ്ങളെല്ലാം സന്ധി ചേർത്താവും ഉണ്ടാവുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പദങ്ങളെ വേർതിരിച്ചെടുക്കുകയാണ്. അതിനെയാണ് പദച്ഛേദം എന്ന് പറയുക. പദച്ഛേദം ചെയ്തതിന് ശേഷം നമ്മൾ ആ ശ്ലോകത്തിലെ ക്രിയാപദം ആദ്യമേ കണ്ടുപിടിച്ച് എടുക്കുക. ശശാസ, അതാണ് ഈ ശ്ലോകത്തിലെ ക്രിയാപദം. അർത്ഥം ഭരിച്ചു തുടങ്ങി. അടുത്ത ചോദ്യം ചോദിക്കാം. ആര് ഭരിച്ചു തുടങ്ങി? ഉത്തരം പ്രഥമ വിഭക്തിയിലുള്ള പദമായിരിക്കും. അതുകൊണ്ട് തന്നെ പാർത്ഥഃ, അതാണ് പ്രഥമ വിഭക്തിയിലുള്ള പദം. ധർമ്മപുത്രർ. അടുത്ത ചോദ്യം ചോദിക്കാം. ഏതിനെ ഭരിച്ചു തുടങ്ങി? ഉത്തരം ദ്വിതീയ വിഭക്തിയിലായിരിക്കും. അതിനാൽ ക്ഷിതീം, ഭൂമിയെ. ഏകചക്രാം ഏകാതപത്രം, ഇത് രണ്ടും ദ്വിതീയ വിഭക്തിയിലുള്ള പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഭൂമി അതിൻ്റെ വിശേഷണമാണ്. അപ്പോൾ ഭൂമിയെ ഏകചക്രാം, ഒരാളുടെ മാത്രം സൈന്യശക്തിയുള്ളതും, ഏകാതപത്രാം, ഒരാളുടെ മാത്രം വെൺകൊറ്റക്കുടയുള്ളതുമാക്കി ശശാസ, ഭരിച്ചു തുടങ്ങി എന്നർത്ഥം. അപ്പോൾ വിദുരർ ഈ തീർത്ഥയാത്ര നടത്തിയിരുന്ന സമയത്ത് മഹാഭാരത യുദ്ധം നടന്നു. ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. പല നാട്ടുരാജ്യങ്ങളും ധർമ്മപുത്രരുടെ അധീനതയിൽ വന്നു. അദ്ദേഹം ഒരു ചക്രവർത്തിയെപ്പോലെ ഭരിച്ചു തുടങ്ങി. അടുത്ത ചോദ്യം ചോദിക്കാം. ആരോടൊന്നിച്ച് അല്ലെങ്കിൽ ആരുടെ സഹായത്താൽ? അജിതേന, ശ്രീകൃഷ്ണനോടൊത്ത്. അജിത എന്ന പദത്തിൻ്റെ അർത്ഥം വേറൊരാൾക്ക് ജയിക്കാൻ സാധിക്കാത്തവൻ എന്നർത്ഥം. സോ അജിതേന, അത് തൃതീയ വിഭക്തിയിലുള്ള പദമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനോടൊത്ത് ഭൂമിയെ ഒരു ചക്രവർത്തിയെപ്പോലെ ധർമ്മപുത്രർ ഭരിച്ചു തുടങ്ങി. ഇനി അതിൻ്റെ കാലദൈർഘ്യം പറയുകയാണ്. യുദ്ധം, ഇപ്രകാരം. എപ്രകാരം? കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിദുരരുടെ തീർത്ഥയാത്രയെ പറ്റിയാണല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇപ്രകാരം, എന്ത് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ കിം കുർവൻ എന്ന് ചോദിക്കും. വ്രജൻ, ചുറ്റി നടന്നുകൊണ്ട്. അടുത്ത ചോദ്യം ചോദിക്കാം. ഏതിനെ ചുറ്റി നടന്നുകൊണ്ട്? ഭാരതം വർഷം. അത് ഏതിനെ എന്ന് ചോദിച്ചാൽ ഉത്തരം ദ്വിതീയ വിഭക്തിയിലായിരിക്കും. ഭാരതം വർഷം, അത് ദ്വിതീയ വിഭക്തിയിലാണ്. ഏവ എന്നത് അവ്യയമാണ്. അതെല്ലാം കൂടെ ചേർത്ത് ഭാരതം വർഷം ഏവ, ഭാരത ഭൂവിഭാഗം ആകെ തന്നെയും ചുറ്റി നടന്നുകൊണ്ട്. അടുത്തത് ഗതവാൻ, എത്തിച്ചേർന്നുവോ? ആരെത്തിച്ചേർന്നു? ശ്ലോകത്തിൽ കൊടുത്തിട്ടില്ല, എന്നാലും നമുക്കറിയാമല്ലോ വിദുരരുടെ തീർത്ഥയാത്രയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വിദുരർ എത്തിച്ചേർന്നുവോ? അടുത്ത ചോദ്യം ചോദിക്കാം. എവിടേക്ക് എത്തിച്ചേർന്നു?
അപ്പോൾ ഉത്തരം ദ്വിതീയ വിഭക്തിയിലായിരിക്കണം. പ്രഭാസം, പ്രഭാസ തീർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നുവോ. അതിൻ്റെ കാലം പറയുകയാണ്. യാവത് താവത്, അത് രണ്ടും കൂടി ചേർത്താണ് പറയുക. യാവത് കാലേന എന്ന് പറഞ്ഞാൽ എത്ര കാലത്താൽ, താവത് കാലേന അത്രയും കാലം കൊണ്ട്. കാലേന രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. യാവത് കാലേന താവത്, എത്ര കാലത്താൽ പ്രഭാസ തീർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നുവോ അത്രയും കാലം കൊണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കാം. ഇത്തം, ഇപ്രകാരം ഭാരത ഭൂവിഭാഗം ആകെ തന്നെയും ചുറ്റി നടന്നുകൊണ്ട് എത്ര കാലത്താൽ പ്രഭാസ തീർത്ഥത്തിലേക്ക് വിദുരർ എത്തിച്ചേർന്നുവോ അത്രയും കാലം കൊണ്ട് ധർമ്മപുത്രർ ശ്രീകൃഷ്ണനോടൊത്ത് ഭൂമിയെ ഒരാളുടെ മാത്രം സൈന്യശക്തിയുള്ളതും ഒരാളുടെ മാത്രം വെൺകൊറ്റക്കുടയുള്ളതുമാക്കി ഭരിച്ചു തുടങ്ങി. അദ്ദേഹം ചക്രവർത്തിയായി എന്നർത്ഥം. 21-ാമത്തെ ശ്ലോകം. ശ്രീശുക ഉവാച തത്രാധ ശുശ്രാവ സുഹൃദ്വിനഷ്ടിം വനയ്യഥാ വേണുജവൻഹി സംശ്രയം സംസ്പർദ്ധയാ ദഗ്ധമധാനുശോചൻ സരസ്വതീം പ്രത്യഗിയായ തൂഷ്ണീം. ഈ ശ്ലോകത്തിൽ 2 ക്രിയാപദങ്ങളുണ്ട്. ശുശ്രാവ, ഇയായ. ആദ്യത്തെ ക്രിയാപദം എടുക്കാം. ശുശ്രാവ, കേട്ടു. ചോദ്യം, ആര് കേട്ടു? വിദുരർ. ശ്ലോകത്തിൽ തന്നിട്ടില്ല, എന്നാലും അറിയാമല്ലോ. വിദുരർ കേട്ടു. എവിടെ വെച്ച് കേട്ടു? അധ തത്ര, അപ്പോൾ അവിടെ വെച്ച്. അധ തത്ര രണ്ടും അവ്യയങ്ങളാണ്. അധ അപ്പോൾ, തത്ര അവിടെ വെച്ച് കേട്ടു. ഏതിനെപ്പറ്റി കേട്ടു? സുഹൃദ് വിനഷ്ടിയും, ബന്ധുജനനാശത്തെപ്പറ്റി അവിടെ വെച്ച് കേട്ടു. അപ്പം ഏതിനെ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഉത്തരം ദ്വിതീയ വിഭക്തിയിലായിരിക്കും. അതുകൊണ്ട് സുഹൃദ് വിനഷ്ടിയും, അത് ദ്വിതീയ വിഭക്തിയിലുള്ള പദമാണ്. ഏതിനാലുണ്ടായ ബന്ധജനനാശത്തെപ്പറ്റി? സംസ്പർദ്ധയാ, അന്യോന്യ സംഘർഷത്താലുണ്ടായ ബന്ധജനനാശത്തെപ്പറ്റി. സംസ്പർദ്ധയ എന്നത് തൃതീയ വിഭക്തിയിലുള്ള പദമാണ്. സംസ്പർദ്ധ എന്ന പദത്തിൻ്റെ തൃതീയ വിഭക്തിയാണ് സംസ്പർദ്ധയ. ഈ സ്പർദ്ധയെ ഒരു കാട് എങ്ങനെയാണോ ദഹിച്ചു പോകുന്നത് അതിനോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാട് വേണുജ വൻഹി സംശ്രയം, ആ കാട്ടിൽ തന്നെയുള്ള മുളകൾ തമ്മിലുരഞ്ഞുണ്ടായ തീയിനെ സംശ്രയിച്ചുകൊണ്ട് യഥാ ദഗ്ധം തഥാ, യഥാ തഥ, അത് ചേർത്താണ് എപ്പോഴും പറയുക. തഥ ശ്ലോകത്തിൽ തന്നിട്ടില്ല, എന്നാൽ നമുക്കറിയാവുന്നതാണ്. യഥാ ദഗ്ധം തഥ, എങ്ങനെ ദഹിച്ചു പോകുന്നുവോ അതുപോലെ ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള സഹോദരങ്ങൾ തമ്മിലുണ്ടായ ഒരു സ്പർദ്ധയാൽ ധാരാളം സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും നശിച്ചുപോയി. അതിനെപ്പറ്റി അവിടെ വച്ച് വിദുരർ കേട്ടു. അടുത്ത ക്രിയാപദം ഇയായ, യാത്ര ചെയ്തു. എവിടേക്ക് യാത്ര ചെയ്തു? അപ്പോൾ ഉത്തരം ദ്വിതീയ വിഭക്തിയിലായിരിക്കും. സരസ്വതിയും, സരസ്വതി നദിയിലേക്ക്. പ്രത്യഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ഭവസ്ഥാനത്തെയും ലാക്കാക്കിക്കൊണ്ട് വിദുരർ യാത്ര ചെയ്തു. എപ്പോൾ? അധ, അതിൽ പിന്നെ. അധ അവ്യയമാണ്, അതിൽ പിന്നെ. കിം കുർവൻ, എന്ത് ചെയ്തുകൊണ്ട്? അനുശോചൻ, അനുശോചിച്ചുകൊണ്ട്. എപ്രകാരം? തൂഷ്ണീം, മൗനഭാവത്തോട്. തൂഷ്ണീം അത് അവ്യയമാണ്, മൗനഭാവത്തോട്. അപ്പോൾ പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ മഹാഭാരത യുദ്ധത്തെപ്പറ്റിയും അതിൽ ധാരാളം ആളുകൾ മരിച്ചുപോയ വിഷയമെല്ലാം അറിയുന്നത്. അതിൽ ദുഃഖിതനായ അദ്ദേഹം മൗനഭാവത്തോട് സരസ്വതി നദിയിലേക്കും അതിൻ്റെ ഉദ്ഭവസ്ഥാനത്തെയും ലാക്കാക്കിക്കൊണ്ട് യാത്ര ചെയ്തു. അപ്പോൾ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഒരു കാട് മുളകൾ തമ്മിലുരഞ്ഞുണ്ടായ തീയിനെ സംശ്രയിച്ചുകൊണ്ട് എങ്ങനെ ദഹിച്ചു പോകുന്നുവോ അതുപോലെ അന്യോന്യ സംഘർഷത്താലുണ്ടായ ബന്ധുജനനാശത്തെ അപ്പോൾ അവിടെ വച്ച് വിദുരർ കേട്ടു. അതിൽ പിന്നെ അനുശോചിച്ചുകൊണ്ട് മൗനഭാവത്തോട് സരസ്വതീ
നദിയിലേക്ക് അതിൻ്റെ ഉദ്ഭവസ്ഥാനത്തെയും ലാക്കാക്കിക്കൊണ്ട് യാത്ര ചെയ്തു. 22-ാമത്തെ ശ്ലോകം. ശ്രീശുക ഉവാച തസ്യാം ത്രിതസ്യോശനസോ മനോശ്ച പൃഥോരഥാഗ്നേരസിതസ്യ വായോഃ തീർത്ഥം സുദാസസ്യ ഗവാം ഗുഹസ്യ യശ്രാദ്ധദേവസ്യ സ ആസിഷേവേ. ഈ ശ്ലോകത്തിലെ ക്രിയാപദം ആസിഷേവേ, സന്ദർശിച്ചു. ആര്? സഹ, അദ്ദേഹം. ഉത്തരം പ്രഥമ വിഭക്തിയിലാണ്. ഏതിനെ സന്ദർശിച്ചു? യത് തീർത്ഥം തത്, ഏതേത് തീർത്ഥമുണ്ടോ അതിനെ. യത് തത്, അത് ചേർത്ത് വരുന്നതാണ്. തത് ശ്ലോകത്തിൽ കൊടുത്തിട്ടില്ല, അത് അന്തർലീനമാണ്. അപ്പോൾ ഏതേത് തീർത്ഥസ്ഥലങ്ങളുണ്ടോ അതിനെ അദ്ദേഹം ആസേവിച്ചു. എവിടെ? തസ്യാം, ആ സരസ്വതി നദിയിൽ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? അദ്ദേഹം സരസ്വതി നദിയിലേക്കും അതിൻ്റെ ഉദ്ഭവസ്ഥാനത്തേക്കും ലാക്കാക്കിക്കൊണ്ട് യാത്ര ചെയ്തു എന്നാണല്ലോ. ഇനിയും ആ സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് ആരുടെയെല്ലാം തീർത്ഥസ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അത്രയും ഇത് ആരുടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഷഷ്ടി വിഭക്തിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഷഷ്ടി വിഭക്തിയിലുള്ള പദങ്ങളാണ്. ത്രിതസ്യ, ത്രിത എന്ന ശബ്ദത്തിൻ്റെ ഷഷ്ടിയാണ് ത്രിതസ്യ, ത്രിതൻ്റെയും. ഉശനസഹ, ഉശനസ്സിൻ്റെയും. മനോഹോ ച, മനുവിൻ്റെയും. പൃഥോഹോ അധ, പൃഥുവിൻ്റെയും. അധ അവ്യയമാണ്, പിന്നെ എന്നർത്ഥം. അഗ്നേഹെ, അഗ്നിയുടെയും. അസിതസ്യ, അസിതൻ്റെയും. വായോഹോ, വായുവിൻ്റെയും. സുദാസസ്യ, സുദാസൻ്റെയും. ഗവാം, ഗോക്കളുടെയും. ഗോ എന്ന ശബ്ദത്തിൻ്റെ ഷഷ്ടി വിഭക്തിയിലുള്ള പദമാണ് ഗവാം. ഗുഹസ്യ, ഗുഹൻ്റെയും. ശ്രാദ്ധദേവസ്യ, ശ്രാദ്ധദേവൻ്റെയുമായി. യത് തീർത്ഥം തത്, ഏതേത് തീർത്ഥമുണ്ടോ അതിനെ സഹ, അദ്ദേഹം ആസേവിച്ചു. 23-ാമത്തെ ശ്ലോകം. ശ്രീശുക ഉവാച അന്യാനി ചേഹ ദ്വിജദേവദേവൈഃ കൃതാനി നാനായതനാനി വിഷ്ണോഃ പ്രത്യംഗമുഖ്യാങ്കിതമന്ദിരാണി യദ്ദർശനാത് കൃഷ്ണമനുസ്മരന്തി. ഈ ശ്ലോകത്തിലെ ക്രിയാപദം നോക്കാം. അനുസ്മരന്തി, അത് ഒരു ക്രിയാപദം. ആസിഷേവേ, അത് കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നതാണ്. കാരണം ഈ ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ്, അതുകൊണ്ട്. ഇനിയും നോക്കാം. അനുസ്മരന്തി, അനുസ്മരന്തി, അനുസ്മരണം ഉണ്ടാക്കുന്നുവോ? അനുസ്മരണം ഉണ്ടാക്കുന്നു. ആരെ അനുസ്മരിപ്പിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കൃഷ്ണം. അത് ദ്വിതീയ വിഭക്തിയിലാണ്. ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള അനുസ്മരണം ഉണ്ടാക്കുന്നു. ഇനി ആരാണ് അനുസ്മരണം ഉണ്ടാക്കുന്നത്? ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം പ്രഥമ വിഭക്തിയിലാണ്. കൃതാനി, നിർമ്മിക്കപ്പെട്ടവയായി ചില നിർമ്മിതികൾ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള അനുസ്മരണം ഉണ്ടാക്കുന്നു. ആരാ നിർമ്മിക്കപ്പെട്ടത്? ദ്വിജദേവദേവൈഹി, അത് തൃതീയ ബഹുവചനമാണ്. ഋഷിമാരാലും ദേവന്മാരാലും നിർമ്മിക്കപ്പെട്ടവയായി. ഇനി ആ നിർമ്മിതിയുടെ വിശേഷണമാണ് പ്രത്യംഗമുഖ്യ അങ്കിത മന്ദിരാണി. ഇതും പ്രഥമ വിഭക്തിയിലാണ്. സുദർശന ചക്രാങ്കിതങ്ങളായ മന്ദിരങ്ങളോട് കൂടിയവയായി ആയിട്ടുള്ള നിർമ്മിതികൾ. യത് ദർശനാത്, അത് പഞ്ചമി വിഭക്തിയാണ്. യാതൊന്നുകളുടെ ദർശനത്തിൽ നിന്ന് എന്നർത്ഥം, അല്ലെങ്കിൽ ആ ദർശനം കാരണമായിക്കൊണ്ട് ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള അനുസ്മരണ ഉണ്ടാക്കുന്നുവോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വിദുരർ സന്ദർശിച്ചു. ഇനി അതേപോലക്ക് ഇഹ, ഈ ലോകത്തിൽ
അന്യാനി ച വേറെയും ഉള്ള നാനായതനാനി അനേകം ക്ഷേത്രങ്ങളെ അദ്ദേഹം സന്ദർശിച്ചു. ആരുടെ ക്ഷേത്രങ്ങളെ? വിഷ്ണോഹോ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനേകം ക്ഷേത്രങ്ങളെ അദ്ദേഹം സന്ദർശിച്ചു. അപ്പോൾ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഋഷിമാരാലും ദേവന്മാരാലും നിർമ്മിക്കപ്പെട്ടവയായി സുദർശന ചക്രാങ്കിതങ്ങളായ മന്ദിരങ്ങളോടു കൂടിയവയായി യാതൊന്നുകളുടെ ദർശനത്താൽ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള അനുസ്മരണം ഉണ്ടാകുമോ? ലോകത്തിൽ വേറെയും ഉള്ള ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനേകം ക്ഷേത്രങ്ങളെ ആസേവിച്ചു. 24-ാമത്തെ ശ്ലോകം. ശ്രീശുക ഉവാച തതസ്ത്വതതിവ്രജ്യ സുരാഷ്ട്രമൃദ്ധം സൗവീരമത്സ്യാൻ കുരുജാംഗലാംശ്ച കാലേന താവദ്യമുനാമുപേത്യ തത്രോദ്ധവം ഭാഗവതം ദദർശ. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ശ്ലോകത്തിലെ ക്രിയാപദം ദദർശ, കണ്ടു. ആര് കണ്ടു? വിദുരർ. ആരെ കണ്ടു? ഉദ്ധവം, ഉദ്ധവനെ. അടുത്തത് ചോദ്യം, എങ്ങനെയുള്ള ഉദ്ധവനെ? ഭാഗവതം, ഭഗവൽ ഭക്തനായ ഉദ്ധവനെ. അപ്പോൾ അത് വിശേഷണമാണ്. ഭഗവൽ ഭക്തനായ ഉദ്ധവനെ വിദുരർ കണ്ടു. എവിടെ? തത്ര, അവിടെ, അവിടെ വന്നു ചേർന്നിരുന്ന ഭഗവൽ ഭക്തനായ ഉദ്ധവനെ കണ്ടു. ഇനിയും എവിടെ, എപ്പോൾ. അവിടെ എന്ന് പറഞ്ഞു, പക്ഷേ എവിടെ എപ്പോഴെന്നറിയില്ല. അതാണ് അതിന് മുൻപിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. തതഹ തു, അതിൽ പിന്നെ. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ്. അതിൽ പിന്നെ, തതഹ തു, രണ്ടും അവ്യയമാണ്. അതിൽ പിന്നെ. ചോദ്യം ചോദിക്കാം, എന്ത് ചെയ്തിട്ട് എന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ, അപ്പോൾ സംസ്കൃതത്തിൽ കിം കൃത്യ എന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം അതിവ്രജ്യ, അത് അവ്യയമാണ്. കടന്നു പോയിട്ട്, നടന്നു പോവുകയാണല്ലോ, അപ്പം കടന്നു പോയിട്ട്. ഏതിനെ കടന്നു പോയിട്ട്? സുരാഷ്ട്രം, സുരാഷ്ട്രദേശത്തെയും. അത് ദ്വിതീയ വിഭക്തിയാണ്. ഏതിനെ കടന്നു പോയിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ദ്വിതീയ വിഭക്തിയിലാണ്. സുരാഷ്ട്രദേശത്തെയും. എങ്ങനെയുള്ള സുരാഷ്ട്രദേശം? വിശേഷണമാണ്. ഋദ്ധം, സമൃദ്ധിയുള്ള സുരാഷ്ട്രദേശത്തെയും. ഇനി അതേപോലൊക്കെ അടുത്ത ദേശം. സൗവീരമത്സ്യാൻ, സൗവീരം, മത്സ്യം എന്നീ ദേശങ്ങളെയും. സൗവീരദേശം, മത്സ്യദേശം എന്നീ ദേശങ്ങളെയും. അതേപോലൊക്കെ കുരുജാങ്കലാഞ്ച, കുരുജാങ്കല പ്രദേശങ്ങളെയും കടന്നുപോയിട്ട്. ഇനി അടുത്തത് ചോദിക്കാം, എന്ത് ചെയ്തിട്ട് എന്ന് ചോദിച്ചാൽ ഉപേത്യ, അതും അവ്യയമാണ്. എത്തിയ ശേഷം. എവിടേക്ക് എത്തിയ ശേഷം? അപ്പോൾ ഉത്തരം ദ്വിതീയ വിഭക്തി, യമുനാ തടത്തിലേക്ക്. അടുത്ത് സമയമാണ്. യാവത് കാലേന താവത്. യാവത് ശ്ലോകത്തിൽ കൊടുത്തിട്ടില്ല, അതിൽ അന്തർലീനമാണ്. യാവത് കാലേന, എത്ര കാലം കൊണ്ടാണോ എന്നർത്ഥം. അപ്പോഴേക്കും. അപ്പോൾ ഏതാനും കാലം കൊണ്ട് യമുനാ തടത്തിലേക്ക് എത്തിയ ശേഷം താവത്, അപ്പോഴേക്കും അവിടെ വന്നു ചേർന്ന ഭഗവൽ ഭക്തനായ ഉദ്ധവനെ കണ്ടു. അപ്പോൾ വിദുരനിങ്ങനെ നടന്നു പോവുകയാണ്. സമൃദ്ധിയുള്ള സുരാഷ്ട്രദേശത്തെയും സൗവീരം, മത്സ്യം എന്നീ ദേശങ്ങളെയും കുരുജാങ്കല പ്രദേശങ്ങളെയും കടന്നു പോയിട്ട് ഏതാനും കാലം കൊണ്ട് യമുനാ തടത്തിലേക്ക് എത്തിയ ശേഷം അപ്പോഴേക്കും അവിടെ വന്നു ചേർന്നിരുന്ന ഭഗവൽ ഭക്തനായ ഉദ്ധവനെ വിദുരർ കണ്ടു. 25-ാമത്തെ ശ്ലോകം. ശ്രീശുക ഉവാച സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേഃ പ്രാക്തനയം പ്രതീതം ആലിംഗ്യ ഗാഢം പ്രണയേന ഭദ്രം സ്വാനാമപൃച്ഛത് ഭഗവത് പ്രജാനാം.
ശ്ലോകത്തിലെ ക്രിയാപദം അപൃച്ഛത്. അപൃച്ഛത് അന്വേഷിച്ചു. ആര് അന്വേഷിച്ചു? സഹ, ആ വിദുരർ അന്വേഷിച്ചു. ഏതിനെ അന്വേഷിച്ചു? ഭദ്രം, യോഗക്ഷേമം. യോഗക്ഷേമം സുഖവിവരം അന്വേഷിച്ചു. ആരുടെ സുഖവിവരം അന്വേഷിച്ചു? സ്വാനാം, സ്വബന്ധുക്കളുടെ. ഇത് ഷഷ്ഠി വിഭക്തി ബഹുവചന ശബ്ദമാണ്. ഇനി ആ സ്വാനാം എന്ന ശബ്ദത്തിൻ്റെ വിശേഷണമാണ് ഭഗവത് പ്രജാനാം സ്വാനാം. രണ്ടും ഷഷ്ഠി ബഹുവചന പദങ്ങളാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ രക്ഷണീയ ജനങ്ങളായ സ്വബന്ധുക്കളുടെ യോഗക്ഷേമം അന്വേഷിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരിരക്ഷയിലുള്ള സ്വബന്ധുക്കളായിട്ടുള്ള ജനങ്ങളുടെ സുഖവിവരത്തെപ്പറ്റി വിദുരർ അന്വേഷിച്ചു. എന്ത് ചെയ്തിട്ട് അന്വേഷിച്ചു? ആലിംഗ്യ, കെട്ടിപ്പുണർന്നിട്ട്. ആലിംഗ്യ അത് അവ്യയമാണ്. എങ്ങനെ കെട്ടിപ്പുണർന്ന്? ഗാഠം, മുറുകെ. എന്താൽ മുറുകെ കെട്ടിപ്പുണർന്ന്? സ്നേഹത്താൽ, അഥവാ നമുക്ക് സ്നേഹത്തോടെ. അപ്പോൾ ഉത്തരം തൃതീയ വിഭക്തിയാണ്. പ്രണയേന, സ്നേഹത്തോടെ മുറുകെ കെട്ടിപ്പുണർന്നിട്ട്. ആരെ? ഉത്തരം ദ്വിതീയ വിഭക്തിയിലായിരിക്കണം. വാസുദേവാനുചരം, ശ്രീ വാസുദേവൻ്റെ അനുചരനായിട്ടുള്ള ഉദ്ധവനെ. അടുത്തത് ഉദ്ധവൻ്റെ വിശേഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ദ്വിതീയ വിഭക്തിയിലായിരിക്കും. പ്രതീതം, സുവിശ്രുതൻ, പ്രസിദ്ധനായിട്ടുള്ള ഉദ്ധവനെ. പ്രാക്തനയം, പൂർവശിഷ്യൻ. ആരുടെ പൂർവശിഷ്യൻ? ബൃഹസ്പതേഹെ, ദേവഗുരുവിൻ്റെ. ബൃഹസ്പതി എന്ന ശബ്ദത്തിൻ്റെ ഷഷ്ഠി വിഭക്തിയിലുള്ള പദമാണ് ബൃഹസ്പതേഹെ, ദേവഗുരുവിൻ്റെ പൂർവശിഷ്യൻ. പ്രശാന്തം, അതും ദ്വിതീയ വിഭക്തിയാണ്. ഉദ്ധവരുടെ വിശേഷണമാണ്. നല്ലപോലെ ചിത്ത സംയമനം സിദ്ധിച്ചിരിക്കുന്നവനുമായിട്ടുള്ള ഉദ്ധവനെ കെട്ടിപ്പുണർന്നിട്ട് എന്നർത്ഥം. ശ്ലോകത്തിൻ്റെ അർത്ഥം: ആ വിദുരർ നല്ലപോലെ ചിത്ത സംയമനം സിദ്ധിച്ചിരിക്കുന്നവനും ദേവഗുരുവിൻ്റെ പൂർവശിഷ്യനും സുവിശ്രുതനും ശ്രീ വാസുദേവൻ്റെ അനുചരനുമായ ഉദ്ധവനെ സ്നേഹത്തോടെ മുറുകെ കെട്ടിപ്പുണർന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ രക്ഷണീയ ജനങ്ങളായ സ്വബന്ധുക്കളുടെ യോഗക്ഷേമം അന്വേഷിച്ചു. 20 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ വീഡിയോയിൽ കണ്ടത്. 26 മുതലുള്ള ശ്ലോകങ്ങളിലൂടെ വിദുരർ ഉദ്ധവരോട് ബലരാമനെ പറ്റിയും ശ്രീകൃഷ്ണനെ പറ്റിയും അതുപോലൊക്കെ യാദവരെ പറ്റിയും പാണ്ഡവന്മാരെ പറ്റിയും ഒക്കെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നു. അത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വനമാലി ഗതി ശാർംഗി ശംഖി ചക്രീ ച നന്ദകി ശ്രീമന്നാരായണോ വിഷ്ണുർ വാസുദേവോഭിരക്ഷതു. രോഗാർത്തോ മുച്യതേ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത്. ഭയാന്മുച്യേത ഭീതസ്തു മുച്യേതാപന്ന ആപദഃ. ന ക്രോധോ ന ച മാത്സര്യം ന ലോഭോ നാശുഭാമതിഃ. ഭവന്തി കൃതപുണ്യാനാം ഭക്താനാം പുരുഷോത്തമേ. ഓം തത്സത്.